സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇനി. അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഇനിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? അത് കുറച്ച് ട്രിക്കിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, അതിൻ്റെ സന്ദർഭം അനുസരിച്ച് ഈ ഇനി എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് മാറും. അപ്പോൾ ഇന്ന് നമുക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് ഇപ്പോൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു പുതിയ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. 5 സെൻറ്റൻസ് ഒരു ദിവസം പഠിച്ചിട്ട്, ഒരു വീഡിയോയിൽ പഠിച്ചിട്ട് നമുക്കത് വെച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളെ സജ്ജമാക്കുന്ന ഒരു വീഡിയോ സീരീസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയോ മുകളിലോ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പേടിയാണ്, എത്ര പഠിച്ചാലും എനിക്ക് അതിങ്ങനെ പറയാൻ പറ്റുമെന്നൊരു പേടിയുണ്ട്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ സീരീസ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പഠിക്കില്ല, 5 സെൻറ്റൻസ്. അപ്പോൾ ആ 5 സെൻറ്റൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്നെക്കൊണ്ട് ആവുന്നതാണ്, മെല്ലെ മെല്ലെ അത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ സീരീസ്. അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ സീരീസ് കണ്ടു തുടങ്ങുക. നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ഇനിയാണല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യും നോക്കാം. നമ്മൾ സാധാരണ പറയുന്ന ഇനി മുതൽ അങ്ങനെ പറയും. ഇനി മുതൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു അല്ലേ. നമ്മളെല്ലാവരും 1-ാം തീയതി പറഞ്ഞൊരു കാര്യമല്ലേ, നന്നായാവോ? അപ്പോൾ എങ്ങനെ പറയും ഇനി മുതൽ? ഫ്രം നൗ ഓൺ. ഇനി മുതൽ, ഫ്രം നൗ ഓൺ. ഇനി മുതൽ ഞാൻ ചിക്കൻ കഴിക്കില്ല. ഫ്രം നൗ ഓൺ ഐ സ്റ്റോപ്പ് ഈറ്റിംഗ് ചിക്കൻ. ഇനി മുതൽ ഞാൻ ചിക്കൻ കഴിക്കുന്നില്ല. ഫ്രം നൗ ഓൺ ഐ സ്റ്റോപ്പ് ഈറ്റിംഗ് ചിക്കൻ. അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ അവനോട് മിണ്ടില്ല. അങ്ങനെ പറയും. ഫ്രം നൗ ഓൺ ഐ വോണ്ട് ടോക്ക് ടു ഹിം. അവനോട് മിണ്ടും എന്ന് പറയാൻ ഐ വിൽ ടോക്ക് ടു ഹിം. ഐ വോണ്ട്, ഞാൻ ചെയ്യില്ല. എന്ത്? ഐ വോണ്ട് ടോക്ക് ടു ഹിം. ഇനി മുതൽ ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടില്ല. എന്താ പറഞ്ഞാലും നമ്മളെ കളിയാക്കുക അല്ലേ. ഫ്രം നൗ ഓൺ ഐ വോണ്ട് ടോക്ക് ടു ഹിം. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് മനസ്സിലായോ? ഇത് മനസ്സിലാക്കി വെക്കണം, കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയണം കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് മനസ്സിലായി, ഫ്രം നൗ ഓൺ. ക്ലിയർ ആയോ? അടുത്തത് ഇനി അങ്ങോട്ട്. അതെങ്ങനെ പറയും? ഇനി അങ്ങോട്ട് പോകണ്ട. ഡോണ്ട് ഗോ ദേർ എനി മോർ. ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറയാൻ ഇനി ഉള്ള സമയം മുതൽ, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ നീ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചേക്ക്, ഇനി അങ്ങോട്ട് പോകണ്ട. ഡോണ്ട് ഗോ ദേർ എനി മോർ. അപ്പോൾ അവിടെ എനി മോർ മനസ്സിലായോ? ഇനി മുതൽ നമ്മൾ ഇങ്ങനൊരു പരിപാടി ചെയ്യില്ല. ഡോണ്ട് ഗോ ദേർ എനി മോർ. അപ്പോൾ ഐ വോണ്ട് ഗോ ദേർ ഫ്രം നൗ ഓൺ എന്ന് പറയില്ല. അതാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത്. മനസ്സിലായോ? ഇനി മുതൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാം, അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്താൽ ഫ്രം നൗ ഓൺ ഐ എം ഗോയിങ് ടു ഡു ദിസ്. ഫ്രം നൗ ഓൺ ഐ വിൽ എക്സസൈസ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യും കേട്ടോ, ഫ്രം നൗ ഓൺ. പക്ഷേ എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞേ, ഇനി അങ്ങോട്ട് പോകണ്ട, ഇനി നീ അത് ചെയ്യരുത്. ഡോണ്ട് ഗോ ദേർ എനി മോർ. അപ്പോൾ ഇതിൽ എനി മോർ 2 വേർഡ്സ് ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ എനിമോർ ഒറ്റ വാക്കായിട്ടും എഴുതാം. അമേരിക്കൻ ഇംഗ്ലീഷിൽ എനിമോർ ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എല്ലാ കേസസിലും എനിമോർ നമുക്ക് ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് എനിമോർ 2 വാക്കായിട്ട് യൂസ് ചെയ്യാം, അത് തെറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എനിമോർ 2 വാക്കായിട്ട് ഉപയോഗിച്ച് ശീലിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെൻറ്റൻസ് തെറ്റില്ല. ഓക്കെ, ഇതിൻ്റെ ഗുട്ടൻസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിൽക്കട്ടെ, നമുക്കിത് ആദ്യം ഒന്ന് തീർക്കാം അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ട, ഡോണ്ട് ഗോ ദേർ എനിമോർ. അപ്പോൾ എനിമോർ 2 വാക്കാണെങ്കിലും പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം കേട്ടോ, അത് പ്രശ്നമില്ല. വേറൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റണം കേട്ടോ. എനിക്കിനി വേണ്ട അല്ലേ. വേണോ വേണോ എന്ന് ചോറ് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു അല്ലേ. ഇനി ഞാൻ നിനക്ക് തരില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട. അങ്ങനെ പറയും. ഐ ഡോണ്ട് വോണ്ട് എനി മോർ. എനിക്ക് വേണം എന്ന് പറയാൻ വോണ്ട്. നമുക്ക് എന്തെങ്കിലും വേണം. ഐ വോണ്ട് എ ബാഗ്. ഐ വോണ്ട് സം വാട്ടർ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഐ വോണ്ട് ടു സിറ്റ് ഡൗൺ. എനിക്കൊന്ന് ഇരിക്കണം. മനസ്സിലായി? എന്തെങ്കിലും ചെയ്യണം, വോണ്ട്. എനിക്കിനി അത് ചെയ്യേ വേണ്ട. ഐ ഡോണ്ട് വോണ്ട് എനി മോർ. ഐ ഡോണ്ട് വോണ്ട് ടു ഡൂ ഇറ്റ് എനി മോർ. അത് മനസ്സിലായോ? നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി മുതൽ അല്ലെ ഇനി അങ്ങോട്ട് അത് വേണ്ടാന്ന് പറയാൻ എനി മോർ. ക്ലിയർ ആയോ? ഇനി അടുത്തത്, ഇനി നീ എടുക്ക്. ഞാൻ കുറേ കഴിച്ചില്ലേ, പാവം നീ ഒന്നും കഴിച്ചില്ലല്ലോ. നല്ല സ്നേഹമുള്ള കപ്പിൾസാണ്. അപ്പോൾ അവർ നീ എടുക്ക്. അതെങ്ങനെ പറയും? അവിടെ ഫ്രം നൗ ഓണോ അല്ലെങ്കിൽ എനി മോറോ ഒന്നുമല്ല വരിക. ഇനി നീ എടുക്കുക എന്ന് പറഞ്ഞാൽ നീ എടുക്ക്, അത്രയേ ഉള്ളൂ അവിടെ ശരിക്കും അല്ലേ. ഇനി നീ എടുക്ക് എന്ന് പറയുമ്പോൾ നീ എടുക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
ഞാൻ എടുത്തു, ഇനി നീ എടുക്ക്, അത്രയല്ലേ ഉള്ളൂ. അവിടെ നമുക്ക് നൗ ഉപയോഗിച്ചാൽ മതി. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നൗ ഉപയോഗിക്കാം. നൗ യു ടേക്ക്. ശരിക്കും ടേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തരുത്. എന്ത് സാധനം എന്ന് പറയണം. ഇപ്പോൾ കേക്കാണെങ്കിൽ നൗ യു ടേക്ക് ഇറ്റ്, അത് നീ എടുക്ക്, അത് എന്നുള്ള അർത്ഥത്തിൽ. നൗ യു ടേക്ക് ഇറ്റ്. ഒന്നും കഴിച്ചില്ലല്ലോ, ഞാനല്ലേ കുറേ കഴിച്ചത്, ഇനി നീ എടുക്ക്. നൗ യു ടേക്ക് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ചെയ്തു, ഇനി നീ ചെയ്യ് എന്നുള്ള അർത്ഥം വരാണെങ്കിൽ നൗ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച 3 കാര്യങ്ങളുണ്ട്. എനിമോർ പഠിച്ചു, ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ ഇനി അത് പറ്റില്ല എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് എനിമോർ. ഫ്രം നൗ ഓൺ, ഇനി മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സെൻറ്റൻസുകൾ. ഇനി നീ ചെയ്യുന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ നൗ യു ഡു ഇറ്റ് അല്ലെങ്കിൽ നൗ യു ടേക്ക് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് 3 പഠിക്കേണ്ടത്. നമുക്ക് ബാക്കി പഠിക്കാം, പക്ഷേ ഇത് ക്ലിയർ ആയല്ലോ, മറക്കരുതേ. അപ്പോൾ ചോദ്യം, ഇനി എനിക്ക് വയ്യ, മടുത്തു കുട്ടിയേ എന്ന് പറയില്ലേ? അങ്ങനെ പറയും, വയ്യ, ഇനി എനിക്ക് വയ്യ. അവിടെ എന്താ വരിക? നമ്മൾ പഠിച്ചൊരു സംഭവമാണ്. നന്നായി ഒന്ന് ആലോചിച്ചാൽ അതിന് ഉത്തരം എളുപ്പം കിട്ടും. ഇനി അങ്ങോട്ട് എനിക്ക് വയ്യ, ഐ കാൺ ഡു ഇറ്റ് എനിമോർ. ഐ കാൺ ഡു ഇറ്റ് എനിമോർ. എനിക്ക് ഇനി അങ്ങോട്ട് ചെയ്യാൻ വയ്യ, മടുത്തു എനിക്ക്. ഐ കാൺ ഡു ഇറ്റ് എനിമോർ. ഇത് തന്നെ വേണമെങ്കിൽ ഐ കാൺ ഡു ഇറ്റ് എനി ലോങ്ങർ, അങ്ങനെയും പറയാം. എനി ലോങ്ങർ, കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വയ്യ, മടുത്തു എന്ന് നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് അവസാനം പറയണമെങ്കിൽ ഐ കാൺ ഡു ഇറ്റ് എനി ലോങ്ങർ, ഐ കാൺ ഡു ഇറ്റ് എനി മോർ, എങ്ങനെ പറയാം. അപ്പോൾ എനി ലോങ്ങർ എന്നുള്ളത് നല്ലൊരു വാക്കാണ്, അത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എനി മോർ എന്ന് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിൽ കൂടുതൽ നേരം ഇനി എനിക്ക് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഇതിൽ കൂടുതൽ നേരം. ലോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീളം മാത്രമല്ല, സമയത്തിൻ്റെ ദൈർഘ്യവും പറയാറുണ്ടല്ലോ. എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? നീ ഈ ചപ്പാത്തി ഉണ്ടാക്കി പൊറോട്ടയാക്കി അതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയം എടുക്കും? അപ്പോൾ സമയത്തിന് നമ്മൾ ലോങ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇനി ഒരു നിമിഷം പോലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ ഐ കാൺ ഡു ഇറ്റ് എനി ലോങ്ങർ. ഇതൊക്കെ നന്നായിട്ട് മനസ്സിൽ വരണം കേട്ടോ. ഞാൻ ഇനി ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അതെങ്ങനെ പറയും? ഇനി എന്ത് ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കണം. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് നീ എന്താ ചെയ്യുക ഉദ്ദേശിക്കുന്നത്, അതല്ലേ ചോദിക്കണത്. അപ്പോൾ വാട്ട് വിൽ യു ഡു നെക്സ്റ്റ്? അടുത്തതായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ശരിക്കും മലയാളത്തിൽ ഇതൊക്കെ ചുരുക്കും, എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ എത്തിപ്പെട്ടു നമ്മൾ, അല്ലേ? മഴ പെയ്യില്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ട് നല്ല എന്താ പറയുക ജില്ലാലങ്കടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി, കുട എടുത്തില്ല, മഴ പെയ്യാൻ പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? നമ്മളിനി എന്ത് ചെയ്യുന്നതാണെങ്കിൽ വാട്ട് വിൽ വി ഡു നെക്സ്റ്റ്. അല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കുട എടുത്തിട്ടുണ്ട്, നീ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു നെക്സ്റ്റ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് അവിടെ വേണ്ട, വാട്ട് വിൽ യു ഡു എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തതായിട്ട് നീ എന്താ ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വാട്ട് വിൽ യു ഡു അവിടെ എനിക്ക് ഭാവിയിൽ എന്നാണ് അർത്ഥം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിൽ മതി. വാട്ട് വിൽ യു ഡു, വാട്ട് വിൽ യു ഡു, നീ എന്താ ചെയ്യുക ഇനിയിപ്പോൾ? മനസ്സിലായോ? വാട്ട് വിൽ യു ഡു. അപ്പോൾ ഭാവിയിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ യു ഡു നെക്സ്റ്റ്, അടുത്തതായിട്ട് നീ എന്ത് ചെയ്യും എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പം ഭാവി കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വില്ലുണ്ട്, പിന്നെ നെക്സ്റ്റ് എന്നുള്ള വാക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കാം. വാട്ട് വിൽ യു ഡു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി ഇപ്പോൾ നീ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിലോ ഇപ്പോൾ എന്ന് പറയാൻ നൗ ആണ് ഉപയോഗിക്കുക. വാട്ട് വിൽ യു ഡു നൗ. അത് കുടുങ്ങി കിടന്ന് ഇതിങ്ങനെ കിട്ടുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് വീണുപോയി, നീ ഇപ്പം എന്താ ചെയ്യുന്നത്? നീ ചെയ്യുക വാട്ട് വിൽ യു ഡു നൗ. പെട്ടില്ലേ മോന്? വാട്ട് വിൽ യു ഡു നൗ. അപ്പോൾ വാട്ട് വിൽ യു ഡു എന്ന് അവിടെയും വേണമെങ്കിൽ ഉപയോഗിക്കാൻ, കുഴപ്പമില്ല. പക്ഷേ നീ ഒരു സംഭവത്തിൽ നീ ബ്ലോക്കായി പോയി, ഇതെനിക്ക് ഇനി എങ്ങനെയാണ് ഇന്ന് പുറത്ത് കിടക്കാൻ പറ്റും? വാട്ട് വിൽ യു ഡു നൗ, അങ്ങനെയും ഉപയോഗിക്കാം. ഇനി എന്താ പ്ലാൻ? അതെങ്ങനെ ചോദിക്കും? അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് വാട്ട്സ് നെക്സ്റ്റ്. എന്താണ് പരിപാടി അടുത്തത്? വാട്ട്സ് നെക്സ്റ്റ്. അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത പരിപാടി എന്താണെന്നാണ്, അല്ല ശരിക്കും. അതുകൊണ്ടാണ് അടുത്തത് എന്നുള്ള അർത്ഥം വരുന്നത് നെക്സ്റ്റ്. വാട്ട്സ് നെക്സ്റ്റ്. അല്ലെങ്കിൽ വാട്ട്സ് ദ പ്ലാൻ, എന്താ പ്ലാൻ, എന്താ പരിപാടി, എന്താ എന്ന് ചോദിക്കില്ല. വാട്ട്സ് ദ പ്ലാൻ. ഞാൻ സ്ഥിരം എല്ലാവരും കേൾക്കാൻ ചാൻസ് ഉള്ളൊരു ഇത് പറയാം. എൻജിനീയറിങ് കഴിഞ്ഞില്ലേ? സപ്ലി ഉണ്ട് അല്ലേ? എക്സാം എത്ര? 4 മാസത്തിൽ. ഓക്കെ. അപ്പോൾ ഇനി എന്താ പ്ലാൻ?
നിന്ന് നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളടുത്ത് ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിച്ചോളൂ. അവർക്ക് നല്ല സന്തോഷമാവും. വാട്ട്സ് എ പ്ലാൻ അല്ലെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ് എന്നൊക്കെ പോയി ചോദിച്ചാൽ പിന്നെ അവർ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. വാട്ട്സ് നെക്സ്റ്റ് അങ്ങനെ ചോദിക്കാം കേട്ടോ. ഇനി എനിക്ക് ഉറങ്ങണം. കുറേ നേരമായില്ല ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണു. അതെങ്ങനെ പറയും? എനിക്കിനി ഒന്ന് ഉറങ്ങണം. നൗ ഐ വോണ്ട് ടു സ്ലീപ്പ്. നമ്മളത് ആദ്യം പഠിച്ചതാണ്. ഇനി എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം. നൗ നിങ്ങളെല്ലാവരും കുറേ സംസാരിച്ച് നന്നായിട്ടുണ്ട്. എനിക്ക് 5 മണിക്ക് രാവിലെ എണീറ്റ് കിച്ചണിൽ കയറാനുള്ളതാണ്. എനിക്കൊന്ന് ഉറങ്ങണം ഇനി. നൗ ഐ വോണ്ട് ടു സ്ലീപ്പ്. അപ്പോൾ ഇപ്പം എനിക്ക് ഉറങ്ങണം എന്നാണ് പറയണത്. ഇപ്പം തന്നെ എനിക്ക് ഉറങ്ങണം. നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോയി തന്നാൽ ഉപകാരമായിരുന്നു. നൗ ഐ വോണ്ട് ടു സ്ലീപ്പ്. ഓക്കെ. അടുത്തത്, നീ കുറച്ചധികം സംസാരിക്കുന്നുണ്ട്, ഇനി നീ സംസാരിക്കണ്ട കേട്ടോ. അതെങ്ങനെ പറയും? നമ്മൾ പഠിച്ചതാ. ഇനി നീ ഒരു കാര്യം ചെയ്യണ്ട, ഇനി മുതൽ നീ അത് ചെയ്യണ്ട. എനി മോർ. ഡോണ്ട് ടോക്ക് എനി മോർ. നീ വാ തുറന്ന പ്രശ്നങ്ങളാണ്. പ്ലീസ് ഡോണ്ട് ടോക്ക് എനി മോർ. ഇനി നീ സംസാരിക്കണ്ട കേട്ടോ. ഡോണ്ട് ടോക്ക് എനി മോർ. അപ്പോൾ അത് എളുപ്പമാണ്. ഇനി മുതൽ നീ ഇങ്ങനൊരു പരിപാടി ചെയ്യണ്ട, അത് പ്രശ്നമാണ്, അത് ചെയ്യണ്ട എന്ന് പറയണമെങ്കിൽ എനി മോർ ഉപയോഗിക്കുകയാണ് നല്ലത്. ഇനി എന്നാണ് ഇങ്ങോട്ടൊക്കെ വരിക അല്ലേ? വീട്ടിലൊക്കെ നമ്മൾ ഈ കുടുംബ വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ ചോദിക്കുന്ന, ഇനി എന്നാണ് മോനെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക? വെൻ വിൽ യു കം അഗെയിൻ? വീണ്ടും. അപ്പോൾ ഇനി കഴിഞ്ഞവിടെ ശരിക്കും ഇനി വീണ്ടും എന്നാണ് നീ വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് പ്രത്യേകിച്ച് വാക്ക് അവിടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇനി എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വില്ല് മാത്രം മതി. വെൻ വിൽ യു കം അഗെയിൻ? അവൾക്ക് ഇനി വേണോ? അത് ചോദിക്കണമെങ്കിലോ? അവൾക്ക് ഒരു ഐസ്ക്രീം കൊടുത്തു, ഒരെണ്ണം കൂടെ കൊടുക്കണോ? വാശി പിടിക്കുന്നുണ്ട്, കൊടുക്കണോ? അവൾക്കിനി വേണോ? ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇത് ചെയ്യണ്ടാന്ന്, ഇനി മുതൽ നീ അത് ചെയ്യണ്ടാന്ന്, അതേ രീതി തന്നെ ഉപയോഗിക്കുക. ക്ലൂ കിട്ടിയോ? ഡസ് ഷീ വോണ്ട് എനി മോർ? അപ്പോൾ എനി മോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്നാണ് അർത്ഥം അവിടെ. ഡസ് ഷീ വോണ്ട് എനി മോർ? ഇപ്പോൾ ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, മോർ വേണോ, എന്തെങ്കിലും കൂടുതൽ വേണോ, അതാണ് അവിടെ എനി മോർ. ഇവിടെയാണ് നമ്മൾ എന്ത് വന്നാലും 2 വാക്കുകളായിട്ട് ഉപയോഗിക്കേണ്ട എനി മോർ. അവിടെ ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, അയ്യോ ഇവിടെ എനി മോർ 2 വാക്കാണോ ഒറ്റ വാക്കാണോ? എല്ലാ സ്ഥലത്തും 2 വാക്കായിട്ട് ഉപയോഗിച്ചാൽ എല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ മിക്കവാറും അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾ തെറ്റില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ, ഇനി ഇതിൽ കൂടുതൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ എനി മോർ 2 വാക്കാണ്, അത് ഒറ്റ വാക്കായിട്ട് എഴുതരുത്. ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ എന്നുള്ളത് നമുക്ക് 2 വാക്കല്ല ഒറ്റ വാക്കായിട്ടും വേണമെങ്കിൽ എഴുതാം. 2 വാക്കും ശരി തന്നെയാണ്, ഒറ്റ വാക്കായിട്ടും എഴുതാം. പക്ഷേ ചില കേസിൽ വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കായിട്ട് എഴുതാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തും കയറി ഒറ്റ വാക്ക് എഴുതിയാൽ തെറ്റിപ്പോകും. അതിന് ഉദാഹരണമാണ് അവൾക്ക് ഇനിയും കുറച്ചുകൂടെ വേണോ എന്നുള്ള അർത്ഥത്തിൽ ഡസ് ഷീ വോണ്ട് എനി മോർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും സേഫ് ആയിട്ടുള്ള ഞാനൊക്കെ യൂസ് ചെയ്യുന്ന രീതി എല്ലാ സ്ഥലത്തും 2 വാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഓക്കെ. അടുത്തത്, ആർക്കാണ് ഇനി കിട്ടാത്തത്? ദേ 10 എണ്ണം ബാക്കിയുണ്ടല്ലോ, നമ്മൾ 10 പേരല്ലേ ഉള്ളൂ. ആർക്കാണ് കിട്ടാത്തത്? എങ്ങനെയാ പറയാ? ഹൂ ഹാസിൻറ്റ് ഗോട്ടൺ ഇറ്റ് യെറ്റ്. അവിടെ ഇനിയുടെ അർത്ഥം വരുന്നത് ഇതുവരെ ആർക്കും ഇത് കിട്ടാത്തത് ഉണ്ടോ? ആർക്കാണത്? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് യെറ്റ്, ഇതുവരെ ആർക്കാണത് കിട്ടാത്തത്? ഹൂ ഹാസിൻറ്റ് ഗോട്ടൺ ഇറ്റ് യെറ്റ്. ഞാൻ കുറേ പേർക്ക് കൊടുത്തല്ലോ, ഇനിയിപ്പോൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഹൂ ഹാസിൻറ്റ് ഗോട്ടൺ ഇറ്റ് യെറ്റ്? ഹൂ ഹാസിൻറ്റ് ഗോട്ടൺ ഇറ്റ് യെറ്റ്. ഈ സെൻറ്റൻസ് കുറച്ച് ടഫായി തോന്നുന്നുണ്ടോ? അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാസിൻറ്റ് ഗോട്ടൺ. ഹാവ് യു ഗോട്ട് ഇറ്റ്? അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് കിട്ടിയോ? ഹാവ് യു ഗോട്ട് ഇറ്റ്? ഹാസ് ഷീ ഗോട്ട് ഇറ്റ്? ആർക്കാ കിട്ടാത്തത്? ഹൂ ഹാസിൻറ്റ് ഗോട്ടൺ ഇറ്റ് യെറ്റ്. അപ്പോൾ എനി മോർ 2 വാക്കും ഒറ്റ വാക്കും നമ്മുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്. പണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് ചെയ്യാറില്ല എന്നുള്ള അർത്ഥത്തിൽ എനി മോർ. അപ്പോൾ പണ്ട് അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എന്താണെന്നറിയില്ല, ഈ പുതിയ സ്കൂളൊക്കെ മാറിയ പിന്നെ അവൻ പഠിക്കുന്നില്ല. ഹി ഡസൻറ്റ് സ്റ്റഡി എനി മോർ. ഒറ്റ വാക്കാണ് കേട്ടോ, ഹി ഡസൻറ്റ് സ്റ്റഡി എനി മോർ. ഇത് 2 വാക്കായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്ക് യൂസ് ചെയ്യാം. പക്ഷേ 2 വാക്കായിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നിർബന്ധമായിട്ട് 2 വാക്ക് യൂസ് ചെയ്യേണ്ട കേസ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? യു ഗോട്ട് 1 ചോക്ലേറ്റ്, ഡു യു വോണ്ട് എനി മോർ? ഇതിൽ കൂടുതൽ വേണോ എന്ന് ചോദിക്കണമെങ്കിൽ 2 വാക്കായിട്ട് തന്നെ എഴുതണം. മനസ്സിലായോ? ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കൂടെ വേണോ, ഇനിയും കൂടുതൽ വേണോ എന്ന് ചോദിക്കാൻ 2 വാക്കായിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പക്ഷേ ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ എന്നുള്ള ആ രീതിയിൽ പറയുന്ന സെൻറ്റൻസുകൾ വേണമെങ്കിൽ ഒറ്റ വാക്കായിട്ട് എഴുതാം. കൂടുതൽ അമേരിക്കൻ യൂസേജ് ആണ് കേട്ടോ ഈ ഒറ്റ വാക്ക്.
പക്ഷേ അത് 2 വാക്കായിട്ട് എഴുതിയാലും തെറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഗുഡ് ടെൻസ്. ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് കുറേ വായിച്ചാൽ അല്ലെങ്കിൽ കേട്ടാലൊക്കെയാണ് ഇങ്ങനത്തെ യൂസേജസൊക്കെ. കാരണം നമ്മൾ മലയാളത്തിൽ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം പുസ്തകങ്ങൾ, കുറേ ഇംഗ്ലീഷ് ലിസൺ ചെയ്യണം. അപ്പോൾ ഈ യൂസേജസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും സെൻറ്റൻസ് മേക്കിങ്ങും ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് നോക്കുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്. അതിന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാനൊരു വാട്സപ്പ് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് കുറച്ച് നല്ല ടിപ്സൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അതിൽ ഒരു 15 ഡേ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വായനയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 ഡേ നമുക്കൊന്ന് 15 ദിവസം കൊണ്ട് ഒന്ന് മെച്ചപ്പെടാം. കാശൊന്നുമില്ല. ചാനൽ ചേർന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ ചേർന്നാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ പറയും. അപ്പോൾ അതുപോലെ നിങ്ങൾ 15 ദിവസം ചെയ്യാം. നമുക്കൊരു 15 ദിവസത്തെ എന്താ പറയുക, ഉഴിച്ചിലൊക്കെ എടുക്കില്ലേ, അതുമാതിരി ഒരു 15 ദിവസത്തെ ഇംഗ്ലീഷിൻ്റെ ഒരു സംഭവം. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ ചേരാം. ചാനലിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം.